പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ റെഡിയാക്കുന്ന അളവ് നിക്കറിൽ നിന്നും അളവെടുത്ത് എങ്ങനെയാണ് നമ്മൾ യൂണിഫോം നിക്കർ വെട്ടുന്നത് എന്നതിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയെന്ന് നോക്കാം. അളവ് നിക്കറിൽ നിന്നും ആദ്യം എത്ര ഇഞ്ച് ഇറക്കമുണ്ടെന്ന് നമ്മൾ നോക്കിയിട്ട് അതിൽ നിന്നും എത്ര ഇഞ്ച് കൂട്ടണമെന്ന് ആദ്യം പ്ലാൻ ചെയ്യുക. ഇത് 12 ഇഞ്ച് നീള നിക്കറാണ്, പക്ഷേ അത് അവർക്ക് 15 ഇഞ്ച് ഇറക്കം വേണം. അപ്പോൾ 15 നിന്ന് 1 ഇഞ്ച് കുറച്ച് നമ്മൾ 14 മാർക്ക് ചെയ്യണം. 14 നമ്മൾ മേളിൽ സ്കെയിൽ കൊണ്ട് സ്ട്രെയിറ്റായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ വേസ്റ്റ് അളക്കണം. വേസ്റ്റ് എത്ര ഇഞ്ചിൻ്റെ അളന്ന് നോക്കും. വേസ്റ്റ് 23 ഉണ്ട്. അപ്പം 22.5 നമ്മൾ എഴുതിയാൽ മതി. 1/2 ഇഞ്ച് നമ്മൾ കുറച്ചിടണം ഇലാസ്റ്റിക് വലിഞ്ഞ് കിട്ടാൻ. ഇലാസ്റ്റിക് വലിഞ്ഞ് കിട്ടാൻ 1 ഇഞ്ച് കുറച്ചാലും കുഴപ്പമില്ല. 8.5 ഇഞ്ച് അണ്ടർ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ സ്ട്രെയിറ്റായിട്ട് സ്കെയിലിൽ തന്നെ നമ്മൾ വരച്ച് കൊടുക്കണം. പിന്നെ നമ്മളതിൻ്റെ അടിവശം കാൽ ലൂസ് എടുക്കണം. കാൽ ലൂസ് എത്ര ഉണ്ടെന്ന് നോക്കുക. അത് 17.5 ഉണ്ട്. 17.5 നമ്മൾ സൈഡിൽ നിന്ന് 1.25 ഇഞ്ച് തള്ളിയിട്ട് 17.5 നേരെ 17ആണ്. 17 നീർത്തും പകുതി 8 4.5 മാർക്ക് ചെയ്യണം. 4.5 മാർക്ക് ചെയ്തിട്ട് 4.5 കഴിഞ്ഞിട്ടുള്ള തേര് പീസ് വരെ എത്ര ഇഞ്ചാന്ന് നോക്കണം. അത് 6 ഇഞ്ച്. ആ 6 ഇഞ്ചാണ് ഇതിൻ്റെ സെൻറ്റർ. ഈ സെൻറ്ററിൽ തന്നെ നമ്മൾ കറക്റ്റ് ഒരു വര വരയ്ക്കണം. ഈ വരയിൽ കൂടിയാണ് നമ്മുടെ ആദ്യത്തെ ഫ്ലീറ്റ് വരേണ്ടത്. അപ്പോൾ നമ്മൾ അയൺ ചെയ്യുമ്പോൾ നിൽക്കുന്ന സെൻറ്റർ കറക്റ്റ് ചെയ്ത് കിട്ടും. ഈ സെൻറ്റർ വരെ പഠിക്കുന്നവർക്ക് നിർബന്ധമായ ഒരു വര തന്നെയാണ്. അത് വരച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഒന്ന് ഇൻസൈഡ് വലിഞ്ഞ് കയറും. ഇല്ലെങ്കിൽ സെൻറ്റർ നമുക്ക് അയൺ ചെയ്യുമ്പോൾ കിട്ടാതെ വരും. ഇനി കൊടുക്കേണ്ട നമ്മൾ പോക്കറ്റ് ഇതുപോലെ ഷേപ്പ് സൈഡ് ലൈൻ കൊടുക്കണം ആദ്യം. കണ്ടോ, ആ താഴെ നമ്മൾ 1.5 ഇഞ്ച് തള്ളിയെടുത്തേക്ക് മേളിലേക്ക് സ്ട്രെയിറ്റായിട്ടൊരു വര വരച്ചു കുറച്ച് ഓവലായിട്ട് ആ ഓവൽ ഷേപ്പിന് മേളിൽ വരുമ്പോൾ എന്നിട്ട് പോക്കറ്റിന് മാർക്ക് ചെയ്യുന്നു. 5.5 ഇഞ്ച് പോക്കറ്റ് മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് സ്കെയിലിൻ്റെ മേൽവശത്തെ സൈഡിൽ നിന്ന് അങ്ങനെ അങ്ങ് വരച്ചു കൊടുക്കും. ചെറിയ ക്രോസും ചെറിയ ഓവലും കൂടാണ് പോക്കറ്റിന് ഏറ്റവും. വേസ്റ്റ് 23 എഴുതി. ഇനി 23ൻ്റെ 4/1 1/4 ഇഞ്ച് കുറച്ച് മേളിൽ തള്ളിയതിന് ശേഷം നമ്മൾ 2 ഇഞ്ച് ഫ്ലീറ്റിന് കൊടുക്കും. ഫ്ലീറ്റിന് കൂടി സ്കെയിൽ സ്ട്രെയിറ്റായിട്ട് വരച്ചിട്ട് നമ്മൾ 1.25 ഇഞ്ച് തള്ളി വെച്ചിട്ട് അണ്ടറിൻ്റെ അവിടെ ഫ്ലൈ മാർക്ക് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ ഇത് കാണാൻ കഴിയും എങ്ങനെയുണ്ട്. അതിൻ്റെ ഒരു നിക്കറിൻ്റെ ഒരു ഫ്രണ്ട് പീസിൻ്റെ ഒരു സ്കെച്ച് ഇപ്പോൾ നിലവിൽ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ. കണ്ടോ, ഫ്രണ്ട് പീസിൻ്റെ ഒരു സ്കെച്ച് നിക്കറിൻ്റെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന വിധത്തിലാണ് നമ്മളിത് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരു അളവ് നിക്കർ കൈ കിട്ടിയാലും നിങ്ങൾക്ക് വെട്ടാം. അടിവശത്ത് നിന്ന് തന്നെ കത്രിക വെട്ടിപ്പോകണം. നിൽക്കാൻ മേലുവശത്ത് നിന്ന് വെട്ടുകയും ചെയ്യും. അടിവശത്ത് നിന്ന് വെട്ടിപ്പോയി ഇനി ഫ്രണ്ട് പിടിച്ച് കട്ട് ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ. അങ്ങനെ തന്നെ വെട്ടുക. വെട്ടി ഫ്ലൈയുടെ ഭാവം അങ്ങനെ റൗണ്ട് ചെയ്ത് നോർമൽ റൗണ്ടിലേ എടുക്കാവുള്ളൂ. ഒരു നോർമൽ കുത്തനെ റൗണ്ട് എടുത്താൽ ചുളിവ് കൂടുതൽ വരും. നോർമൽ റൗണ്ട് കത്തിലേക്ക് അങ്ങനെ വെട്ടിയെടുക്കുന്നു. ഇങ്ങനെ തന്നെ വെട്ടണം. അടിവശത്ത് നിന്ന് വെട്ടുകയേ ചെയ്യില്ല, മേലെയും തന്നെ വെട്ടി വരണം. അതാണ് നമുക്കൊരു വശം കിട്ടുന്നത്. ഫ്രണ്ട് പീസ് ഓക്കെ ആയി നിൽക്കണ്ടേ. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഇത് ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് കറക്റ്റായിട്ടൊരളവാണ്. ഇനി സംശയം തോന്നുവാണെങ്കിൽ കമൻറ്റിൽ നിങ്ങൾ ഇട്ടെങ്കിൽ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ചോദിച്ചിട്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞു തരാം. വെറും ഈസിയായിട്ട് ഇപ്പോൾ ട്രൈ ചെയ്ത് നിങ്ങൾ നല്ലപോലെ വൃത്തിയായിട്ട് പഠിച്ചാൽ അടുത്ത യൂണിഫോം സീസണ് ഈസിയായിട്ട് നിങ്ങൾക്ക് ഈ ഓർഡർ വർക്ക് മേടിച്ച് ചെയ്യാം വീട്ടിൽ നിന്ന്. പിന്നെ ഇതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ കൊടുത്ത വരെ നീട്ടി വരച്ച് കഴിഞ്ഞിട്ട് 3.5 ഇഞ്ച് മേളിൽ കയറ്റി കൊടുക്കണം. ഇലാസ്റ്റിക് ഇടാനും ഫ്രണ്ടിൻ്റെ ബാൻഡും കൂടെ പിടിപ്പിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ 3.5 ഇഞ്ച് നിർബന്ധം. 3.5 നിന്ന് ഒരു 1/2 ഇഞ്ച് ക്രോസ് ആയിട്ട് വേണം മേളിലോട്ട് വരയ്ക്കാൻ. അത് ഇലാസ്റ്റിക് ഇടുമ്പോൾ ബാക്ക് സൈഡ് കുത്തിന് വലിഞ്ഞ് വരായിരിക്കും. ഇനി കൊടുക്കേണ്ടത് നമുക്ക് വേണമെങ്കിൽ സംശയമുണ്ടെങ്കിൽ നമുക്ക് നിക്കറിൻ്റെ സീറ്റ് വേണം വേണമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ സീറ്റ് എത്രയാണെന്ന് നോക്കി സീറ്റിന് വേണം അളക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ അളവ് നിക്കറുള്ളപ്പം ബാഗിൻ്റെ സെൻറ്ററിൽ നിന്ന് വിളിച്ചിട്ട് ഫ്രണ്ട് പീസിലേക്ക് ജോയിൻ ചെയ്യുന്ന എത്ര പീസ് വരെ ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് അത് തയ്യൽ തുമ്പ് തള്ളിയിട്ട് അവിടെ മാർക്ക് ചെയ്യും. കാണുന്നുണ്ടല്ലോ. മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ 2 ഇഞ്ച് കൊടുക്കണം. താഴെ 1.5 ഇഞ്ചും കൊടുക്കണം. ഇല്ലെങ്കിൽ പിള്ളേർ ബെഞ്ചിലൊക്കെ ഇരിക്കുമ്പോൾ ചുളിഞ്ഞ് കയറും. അവിടെ ഇത് പറഞ്ഞെങ്കിൽ 2 ഇഞ്ച് കൊടുക്കും. 1.5 ഇഞ്ച് നിർബന്ധമായിട്ടും കൊടുക്കണം. ഇനി ചെറുതായിട്ട് ക്രോസ് ചെയ്ത് വരയ്ക്കുക. കറക്റ്റ്. അപ്പം ബാഗ് പീസും നമുക്ക് ഓക്കെ ആയി. കാണുന്നുണ്ടല്ലോ. അങ്ങനെ തന്നെ അടിവശത്ത് നിന്ന് വെട്ടിപ്പോവുക.
ഈ 3.5 മേളിൽ കയറ്റിയിടുന്ന കാര്യവും സെൻറ്റർ മറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരിക്കൽ കൂടി വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ പെട്ടെന്ന് പിടികിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള വീഡിയോ ഞാൻ ചെയ്തിടുന്നുണ്ട്. കട്ടിങ് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏത് സംശയം ചോദിച്ചാലും ഞാനത് കമൻ്റായിട്ട് ഇട്ട് തരാം. അതായത് ലേഡീസ് വർക്കിൻ്റെയോ ജെൻറ്റ്സ് വർക്കിൻ്റെയോ ഒക്കെ ഏത് സംശയവും എന്താണ് അളവെന്നുള്ളത് നിങ്ങൾ ഇടുക. അതൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഒരു പ്രോത്സാഹനമാണ് ഇനി അടുത്ത വീഡിയോ വരാനുണ്ടാകുന്ന ഒരു കാരണം. അതുകൂടാതെ തന്നെ നിങ്ങൾ പ്രോത്സാഹിച്ചാൽ മറ്റുള്ളവർക്കൊക്കെ നമ്മളൊരു മാതൃക കാണിച്ചു കൊടുക്കും, തയ്യൽ ഇഷ്ടപ്പെടുന്നവർക്ക്. അപ്പോൾ താങ്ക് യു. എല്ലാ സംശയങ്ങളും കമൻ്റ് ഇടുക.